ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 6-ലെ 3rd യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ സമ്മറിയാണ്. ദ പോം ഈസ് റിട്ടൺ ബൈ റാൽഫ് വാൽഡോ എമേഴ്സൺ. ഇതൊരു സിമ്പിൾ പോമാണ്. പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു മൗണ്ടെയിനും സ്ക്യൂറലും തമ്മിലൊരു ഫൈറ്റാണ്. അപ്പോൾ നമുക്ക് പോമത്തിൻ്റെ സമ്മറി നോക്കാം. റാൽഫ് വാൽഡോ എമേഴ്സൺസ് പോം ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ. The mountain mocks the squirrel for being small. The mountain and the squirrel എന്ന് പറയുന്ന ഈ പോയത്തിൽ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ദ മൗണ്ടെയിൻ ഈ മല, മോക്സ് മീൻസ് കളിയാക്കുക, സ്ക്യൂറലിനെ ചെറുതായതിൻ്റെ പേരിൽ കളിയാക്കുകയാണ്. ബട്ട് ദ സ്ക്യൂറൽ കോൺഫിഡൻ്റ്ലി റെസ്പോൺസ് ബൈ പോയിൻറ്റിങ് ഔട്ട് ദാറ്റ് ബോത്ത് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാവ് ദെയർ ഓൺ യുണീക്ക് സ്ട്രെങ്ത്. പക്ഷേ കളിയാക്കിയെങ്കിലും സ്ക്യൂറൽ കോൺഫിഡൻ്റലിയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്താണ്? ബോത്ത് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാവ് ദെയർ ഓൺ യുണീക്ക് സ്ട്രെങ്ത്. രണ്ടുപേർക്കും, സ്ക്യൂറലിനും മൗണ്ടെയിനും അവരുടേതായ രീതിയിലുള്ള യുണീക്കായിട്ടുള്ള കഴിവുകളുണ്ടെന്ന് സ്ക്യൂറൽ മൗണ്ടെയിനോട് പറയാണ്. ദ പോം ബിഗിൻസ് വിത്ത് എ ക്വാറൽ ബിറ്റ്വീൻ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ. ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്വാറൽ മീൻസ് ഫൈറ്റ്, ഒരു വഴക്കായിട്ടാണ് ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിറ്റ്വീൻ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ. സ്ക്യൂറലും മൗണ്ടെയിൻ തമ്മിലൊരു വഴക്ക് കൂടിയിട്ടാണ് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ മൗണ്ടെയിൻ ബീങ് മച്ച് ലാർജർ ആൻഡ് ഇമ്പോസിങ് കോൾസ് ദ സ്ക്യൂറൽ എ ലിറ്റിൽ പ്രിഗ്. ലാർജായിട്ടുള്ള മൗണ്ടെയിൻ സ്ക്യൂറലിനെ ലിറ്റിൽ പ്രിഗ് എന്ന് വിളിക്കുകയാണ്. ലിറ്റിൽ പ്രിഗ് മീൻസ് ഒരു വിലയില്ലാത്തവൻ എന്ന മീനിങ് ആണ്. അപ്പോൾ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്ന രീതിയിൽ മൗണ്ടെയിൻ സ്ക്യൂറലിനെ ലിറ്റിൽ പ്രിഗ് എന്ന് വിളിക്കുകയാണ്. ഇംപ്ലൈയിങ് ദാറ്റ് ദ സ്ക്യൂറൽസ് സ്മോളർ സൈസ്. എന്ത് കണ്ടിട്ടാണ്? സ്ക്യൂറലിൻ്റെ സ്മോളർ സൈസ്, സ്ക്യൂറൽ ചെറുതാണല്ലോ, ആ ഒരു രീതിയിലാണ് ലിറ്റിൽ പ്രിഗ് എന്ന് വിളിക്കുന്നത്. ദ സ്ക്യൂറൽ ഹൗവർ റെസ്പോൺസ് വിത്ത് എ തോട്ട്ഫുൾ റിട്ടോർട്ട്. പക്ഷേ സ്ക്യൂറൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? വിത്ത് എ തോട്ട്ഫുൾ റിട്ടോർട്ട്. റിട്ടോർട്ട് മീൻസ് ഷാർപ്പായ രീതിയിൽ ആൻസർ ചെയ്യുന്നതിനാണ് റിട്ടോർട്ട് എന്ന് പറയുക. അപ്പോൾ ഒരു ചിന്താപരമായ രീതിയിൽ കുറച്ച് ഷാർപ്പായിട്ട് സ്ക്യൂറൽ റിപ്ലൈ കൊടുക്കുകയാണ്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ബോത്ത് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദ വേൾഡ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്നത് സ്ക്യൂറലാണ്. സ്ക്യൂറൽ വാദിക്കുകയാണ്. എന്ത്? ബോത്ത് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂറൽ ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദ വേൾഡ്. ഭൂമിയിൽ സ്ക്യൂറലിനും മൗണ്ടെയിനും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട്. ആൻഡ് ദ ഡിഫറൻസ് ഡോണ്ട് ഡിമിനിഷ് ദെയർ വാല്യൂ. അവർ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും അവരുടെ മൂല്യം കുറക്കുന്നില്ല എന്നാണ് സ്ക്യൂറൽ പറയുന്നത്. ദ സ്ക്യൂറൽ അസേർട്സ് ദാറ്റ് വൈൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ആസ് ലാർജ് ഓർ ഗ്രാൻഡ് ആസ് ദ മൗണ്ടെയിൻ. സ്ക്യൂറൽ പറയാണ്, സ്ക്യൂറൽ ഒരിക്കലും മൗണ്ടെയിൻ്റെ അത്ര ഗ്രാൻഡും വലുതൊന്നും ആയിരിക്കില്ല. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ബൈ ബീയിങ് നിംബിൾ ആൻഡ് ഏബിൾ ടു പെർഫോം ടാസ്ക്സ് ദ മൗണ്ടെയിൻ കനോട്ട്. പക്ഷേ മൗണ്ടെയിന് ചെയ്യാൻ പറ്റാത്ത പല ടാസ്കുകളും പെർഫോം ചെയ്യാൻ സ്ക്യൂറലിനെ കൊണ്ട് പറ്റും. ലൈക്ക് ക്രാക്കിംഗ് നട്ട്സ് ക്രാക്ക് ചെയ്യുക എന്നതുപോലുള്ള കഴിവുകളൊക്കെ മൗണ്ടെയിന് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത് സ്ക്യൂറലിന് ചെയ്യാൻ പറ്റുമെന്നാണ് സ്ക്യൂറൽ പറയുന്നത്. അതായത് രണ്ടുപേർക്കും അവരുടേതായ രീതിയിലുള്ള കഴിവുകൾ ഉണ്ടെന്നാണ് സ്ക്യൂറൽ പറയുന്നത്. ദ സ്ക്യൂറൽ എംഫസൈസസ് ദാറ്റ് എവറി ക്രിയേച്ചർ ഓർ തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ ആൻഡ് പ്ലേസ്, സജസ്റ്റിംഗ് ദാറ്റ് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ടാലൻസ്. ഓരോ ജീവികൾക്കും അവരുടേതായിട്ടുള്ളൊരു സ്ഥാനവും ഫങ്ഷനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടാലൻസും ഉണ്ട്. ഓരോ ജീവികൾക്കും അവരുടേതായ രീതിയിലുള്ള വ്യത്യസ്തമായ കഴിവുകളുണ്ട് എന്നാണ് സ്ക്യൂറൽ മൗണ്ടെയിന് റിപ്ലൈ കൊടുക്കുന്നത്. The poem concludes by affirming that just as talents differ, so do the contributions and qualities of each individual, and this diversity is beneficial and wise. ഈ പോം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിവുകൾ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും സംഭാവനകളും ഗുണങ്ങളും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. ആൻഡ് ത്രൂ ദിസ് ഇൻട്രാക്ഷൻ എമേഴ്സൺ കൺവേസ് എ മെസ്സേജ് ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഡിഫറെൻറ്റ് എബിലിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഓൾ ബീയിങ്സ്. ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയറ്റ് റാൽഫ് വാൽഡോ എമേഴ്സൺ എന്താണ് മെസ്സേജ് തരുന്നതെന്ന് വെച്ചാൽ, എല്ലാ ജീവികൾക്കും വ്യത്യസ്തമായ കഴിവുകളും ഗുണങ്ങളും ആണുള്ളത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഈ പോം കൺവേ ചെയ്യുന്നത്. അതായത് ജീവജാലങ്ങൾക്ക് ലോകത്ത് അവരുടേതായ പല കഴിവുകളുണ്ട്. ആരും ആരുടെയും മേലെയല്ല, ആരും ആരുടെയും താഴെയല്ല. അവരുടെ കഴിവുകൾ നമ്മൾ അറിഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളൊരു മെസ്സേജാണ് പോയറ്റ് ഇതിലൂടെ നമുക്ക് തരുന്നത്.